ഹലോ ഗൈസ്, കോട്ടത്തേങ്ങ സ്ട്രൈക്കിന്റെ മെയിൻ പ്ലെയർ ആയ കൊച്ചാപ്പിയെ കൂട്ടാൻ പോകുന്ന യാത്രയാണ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. എവിടെയെങ്കിലും പോന്ന് പറഞ്ഞതാ ഫ്രണ്ട് കേറി നാറി. ഫസ്റ്റ് കളി പൊന്നാട അങ്ങനെ ഏതൊരു സംഭവമായിട്ടാ കളി ലിസ്റ്റ് വന്നോ? പണ്ട് എനിക്ക് ഇവിടെ മറ്റേ പ്ലസ് ടുവിന്റെ എക്സാം റിസൾട്ടും കൊണ്ട് വരുമോ കൊച്ചാപ്പി ഒരു പേപ്പർ ഇല്ല ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എടാ രക്ഷപ്പെട്ടടാ നേരെ ക്രിക്കറ്റ് കളി നോക്കുമ്പോണ്ട് ഉപ്പാമ്മച്ചി വീട്ടിൽ ചെന്നപ്പോ ഒരേ അടി. അതായത് മറ്റേ റിസൾട്ട് വരുവാ, ഉപ്പാമ്മച്ചി ജയിക്കും വെച്ചിങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് ആദ്യം മറ്റേ മരങ്ങൂരിലെ തങ്ങച്ചാണ് അനുചേച്ചീന്റെ റിസൾട്ട് വന്നു. അതുകൊണ്ട് ലഡു കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തു. ഉപ്പാമ്മച്ചി ലഡു അല്ലേ നിന്ന് എന്നോട് കൊച്ചാപ്പി കയറി വരിക, കൊച്ചാപ്പി തോറ്റു. ഉപ്പാമ്മച്ചി ഒരേ കയറി എന്നിട്ടുണ്ട് ആ തെണ്ടി എന്നെ അറിയോ ആദ്യം പോട്ടാ ലഡു എടുത്ത് കഴിച്ചു. അന്ന് ഓർത്ത് നോക്കിയാ സീനൊക്കെ ഡബേ കോമഡി തന്നെ. എനിക്ക് മറ്റേ കുഞ്ഞിരാമായണത്തിന്റെ സീന പറഞ്ഞത് അച്ഛ ഇത്തവണ ഞാൻ ജയിച്ചു, നിന്റെ രജിസ്റ്റർ നമ്പർ കൊച്ചാപ്പിന്റെ കുറെ കോമഡികളുണ്ടപ്പ. കൊട്ടത്തേങ്ങ നാളെ പേര് വന്ന തന്നെ കോമഡി അല്ലേ, പ്രിൻസ് കൊട്ടത്തേങ്ങ വെച്ച് ഒറ്റ കയറ്. ഇതൊക്കെയാണ് കൊട്ടത്തേങ്ങയുടെ ലീലാവിശാസങ്ങൾ. നമ്മുടെ നാട്ടിലെ മെയിൻ ആണ് ഈ ഇരിക്കുന്നത്. 5 എണ്ണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, അതിലും കൂടുതലേ ഉള്ളൂ. അതിന്റെ ശിഷ്യത്വം സ്വീകരിച്ച വേറൊരാള് ഇവനാണ് അതിന്റെ കാണിച്ചത്. ഇതിന് ശിഷ്യത്വം സ്വീകരിക്കാൻ കഴിയില്ല, ഓൾറെഡി കെട്ടിപ്പോയി. അവിടെ ശിഷ്യത്വം സ്വീകരിക്കാൻ കഴിയില്ല. ഇനി വരുന്നതാണ് മോനെ താര രാജാവ്, പ്രേമങ്ങളുടെ ദൈവം, പെമ്പിള്ളേരുടെ ഗുരു, കന്യകൻ കൊച്ചാപ്പി. പണ്ട് നീ പോണേ എന്തോ കൊച്ചാപ്പി പറഞ്ഞാണ് PTA മീറ്റിംഗ് വന്നു. കൊച്ചേട്ടനാണ് PTA മീറ്റിംഗ് വരുന്നത്. നീ പോണോ എടാ കൊച്ചാപ്പിയാണ് നോക്കുമ്പോ കൊച്ചാപ്പി നോക്കുന്നു, കൊച്ചേട്ടൻ നോക്കുന്നു. മീശ വരുമായിരിക്കും ഇവിടെ കൂട്ടാ. എന്റെ അഭിപ്രായം പറ, കൊച്ചാപ്പിക്ക് മീശ വന്നിട്ടുണ്ടാവോ? കൊച്ചാപ്പി ഈ പ്രാവശ്യം മീശ താടി നല്ല സെറ്റ് ആയിട്ടുണ്ടാവും. അവനോട് ഷേപ്പ് ആക്കിയിട്ടായിരിക്കും വരുവാ. എനിക്ക് വേറെ എവിടെ പറിച്ചു വെച്ചിട്ടുണ്ടോ? ഇനി വരുന്ന കൊച്ചാപ്പി വേറെ കൊച്ചാപ്പിയാ. അത്രേ ഉള്ളൂ. ഇത്രയും നാൾ നിങ്ങൾ കണ്ട കൊച്ചാപ്പി അല്ല. മെച്യൂരിറ്റി ഇല്ലാത്തൊരു കൊച്ചാപ്പി ആയിരുന്നെങ്കിൽ ഇനി തൊട്ട് കല്യാണം കഴിക്കാനായിട്ട് മെച്യൂരിറ്റി ആയിട്ട് വരുന്ന കൊച്ചാപ്പി. അത്രേ ഉള്ളൂ. പക്ഷെ എന്നൊക്കെ പറഞ്ഞാല് അത് ലക്ഷത്തിൽ ഒന്നേ ഉള്ളൂ മോനെ അങ്ങനത്തെ ഒരു സാധനം. നിന്റെ അമ്മാവനല്ലേ? വെറുതെ അല്ല. അയൽവിജിന്റെ അങ്ങനെയൊക്കെ അമ്മാവനാ. വലിയ ഫാമിലി അല്ലേ? ഒരു നാടറിയുന്ന കല്യാണം ആയിരിക്കുമല്ലോ കൊച്ചാപ്പിന്റെ. പറഞ്ഞുള്ളൂ കല്യാണം കൊച്ചാപ്പി നിന്റെ കല്യാണം നടക്കൂടാ. എന്നൊക്കെ കൊച്ചാപ്പിന്റെ കല്യാണത്തിന് എന്റെ മോനെ നാട്ടിൽ എന്തിന്റെ കുറവ്. പന്തല് ഞാൻ ഇടുവാ. പന്തല് PM കൊണ്ടിരിപ്പിക്കാം. നല്ല പന്തല് PM ഇടും. അതിനാ അവരുടെ ഇപ്പൊ വൃത്തിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. ഹലോ ഗൈസ്, നമ്മളിതാ ഷാരോന്റെ ലൈൻ അടുത്തേക്ക് പോവുകയാണ്. നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഷാരോണിന്റെ പിഞ്ചിലേക്ക് നാളെ വന്നിരിക്കുകയാണ് ഷാരോണ്. ഷാരോൺ നോക്കണം കാണാൻ വന്ന ബ്രേക്കപ്പിനോട് അടുത്തിട്ടായിരുന്നു ക്ഷണിച്ച ഷാരോണ്. അതുകൊണ്ട് ഷാരോന്റെ മനസ്സിൽ നിന്ന് സങ്കടങ്ങൾ മാറി ഇന്ന് പ്രണയം ഒഴുകുകയാണ്. ഓരോ ബ്ലോക്കുകൾ വരുമ്പോഴും ഷാരോൺ അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും എന്ന് പറഞ്ഞ് ബ്ലോക്കുകളെല്ലാം ഒഴിവാക്കി വിടുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഷാരോണിന്റെ ലൈൻ. രാവിലെ പാല് വാങ്ങുന്ന പാൽക്കാരൻ ചേട്ടൻ. ഗൈസ് അങ്ങനെ കൊച്ചാപ്പിനെ കൂട്ടാൻ വേണ്ടി നമ്മള് കണ്ണൂർ ടൗണിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കണ്ണൂരെത്തി. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ കുറച്ച് ദൂരം കൂടി മാത്രം. അപ്പൊ പിക്കപ്പിംഗ് കൊച്ചാപ്പി 1 മണിക്കൂറത്തെ യാത്ര ശേഷം നമ്മൾ കണ്ണൂരെത്തി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. എവിടെ നിന്നും ചായയും കടയും കണ്ട ആദ്യം പോയി കുടിച്ചോളൂ അല്ലേ? ഞാനങ്ങനെ ചായ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ വടയോ 3 വട. നിനക്ക് എന്നോട് പറയാൻ വട കൊച്ചാപ്പി വരാൻ പോകാൻ സോറി കൊച്ചാപ്പി വരാൻ പോകുന്നത് നോക്കിയോ. നിങ്ങൾ കാണാൻ പോകുന്നത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ലുക്ക്, ഏറ്റവും വലിയ കഴിവുള്ളവൻ കണ്ടോ. കൊച്ചാപ്പിയെ കണ്ടവരുണ്ടോ?
കൊച്ചാപ്പിയെ കണ്ടുവരുണ്ടോ? കൊച്ചാപ്പിയെ കണ്ടുവരുണ്ടോ? ഇവിടെ മീശ വന്നു താടി വന്നു കബഡി വിട് കേട്ടോ. കട്ടി മീശ. എന്ത് ഊർജ്ജമാണ് കൊച്ചാപ്പി വണ്ടി വന്നവിടെ തന്നെ. പോസിറ്റീവ് വൈബ് ഫുള്ള് മാറിക്കളഞ്ഞു. എന്തെങ്കിലും കഴിച്ചാലോ? എല്ലാം കഴിക്കും. കൊച്ചാപ്പി വിചാരിക്കുന്നില്ല നമ്മൾ ഇത്ര നേരം ഇവിടെ ചർച്ച ചെയ്ത് തന്നെ അറിയോ? നിനക്ക് ആടി വന്നോന്നാ. 28 വർഷത്തിന്റെ കാതിരിപ്പായി 4 രോമം. ഗൈസ് വന്നിറങ്ങിയില്ല. ഇനി നേരെ നമ്മളെ ക്യാൻറ്റീനിലേക്ക് പോകും. പൂണെ വണ്ടിയാ പൂണെ. പോണ്ടിച്ചേരിയാടാ പൂനെ. അത് സ്റ്റൈലാക്കി പ്യൂണെ വണ്ടിയാ. നിനക്ക് ബ്ലോഗിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി പറയുന്നതാ പണ്ടന്മാരാ. നീ മിണ്ടല്ലേ ചാറണ, നീ അതിലെ വളച്ചോടത് നീ കറങ്ങാൻ പോകുന്നതല്ലേ വിചാരിച്ചേ. എടാ അതിലെ ബീച്ചിലേക്ക് പോയിട്ട് ബേബി ബീച്ച് ഉണ്ട്, അതിലേ പോവാന്ന്. ചാപ്പി ഒന്നാമത് മെയിനായിട്ട് ഇന്ന് കോക്ടെയിൽ കുടിക്കുന്നത് ആ മീശ വന്നിട്ടുണ്ട്. മെയിൻ പ്രത്യേകതയാണ് മീശ. ഈ പ്രാവശ്യം അത് കല്യാണം കഴിക്കാൻ അതിന്റെ ഇതാണ്. തമാശ കളിക്കല്ലേ, തമാശയൊന്നുമല്ല. ഈ ഇടക്കിടക്ക് കോട്ടയ്ക്കൊക്കെ വരുന്നുണ്ട്. കോട്ടയം വരുന്ന അത്ര ഒരു തെറ്റാണ്. അല്ല, കോട്ടയം ഒറ്റയ്ക്ക് വരുന്നത് തെറ്റില്ല, കൂട്ടമായിട്ട് വരുന്നത് തെറ്റുണ്ട്. കൂട്ടമായിട്ടല്ല, കൂട്ടാളിയായിട്ട്. ഞാൻ മോനെ നമ്മളടുത്ത ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് നമുക്ക് കോട്ട കിട്ടുന്നത്. ഇപ്പൊ 2 പട്ടാളക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് എറിഞ്ഞും പറഞ്ഞും കുപ്പിയാണ്. ഞാൻ അടിക്കൂല, പക്ഷെ അടിക്കുന്നവർക്ക് നമ്മൾ പ്രോത്സാഹനം നൽകാറുണ്ട്. കുറച്ചപ്പം മെയിനായിട്ട് ഇന്ന് വന്നത് തന്നെ നാളെ ഒരു ടൂർണമെന്റ് കളിക്കാനാണ്. നമ്മുടെ ടീമിന്റെ മെയിൻ ബോളറാണ്. മെയിൻ ബോളറും ബാറ്റിങ്ങും ഫുൾ ഓൾറൗണ്ടർ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറും 35 വയസ്സ് വരെ ഒരേ ഒരു പ്ലെയറേ ഉള്ളൂ. അതാണ് നമ്മുടെ കൊച്ചാപ്പി. എടാ കൊച്ചേ ഞണ്ടേ കോൾ ഷോട്ടൊക്കെ എടുത്തോണ്ട് ഒരു എടാ ഇതൊക്കെ എന്ത്, നമുക്ക് ലിറ്ററുകൾ കണക്കിലടിച്ചാൽ നമുക്ക് കേൾക്കൂല. അപ്പോഴാ എടാ റോണി ഇത് കണ്ടോ, ഉപ്പാമച്ചി പറഞ്ഞു എന്ത് മേടിച്ചോണ്ടോ, ചോലി മേടിക്കാണ്ട് വന്നു കഴിഞ്ഞ് ഞാൻ ഓടിക്കും. പിന്നെ എവിടെയാണ് ഗ്രോസറി, ചലിക്കുന്ന ഗ്രോസറി. കാലാവധി കഴിഞ്ഞാണോ ഈ പെട്ടി? ഒരാളുടെ ബില്ല് ബില്ലൊന്നും കളയല്ലേ, ബില്ല് അത് കൊച്ചാപ്പി കുളിച്ച് മുഖത്ത് മണം വരാൻ വേണ്ടിട്ട്. ഇവനെന്തിനൊന്നും പറയില്ല. ഡാഡിക്ക് കൊതിപ്പിക്കാൻ നമുക്ക് ഇത് ഡാഡി ചങ്ങായി അങ്ങനെ അടിക്കൊന്നുമില്ല. പക്ഷെ ഈ ഒരു കുപ്പി കിട്ടിയ ചങ്ങായിക്ക് 2-3 മാസത്തേക്കുള്ളതാണ്. എല്ലാ സാധനം മേടിച്ചോ? ഇന്നത്തെ ആട്ടത്തിനുള്ള ഇവന്റെ പ്രത്യേകത വെച്ചാൽ 3 വീട്ടിലേക്ക് വാങ്ങണം. ഭാര്യ വീട്ടിലേക്ക് വാങ്ങണം, താഴെ വിരുപാപ്പന്റെ വീട്ടിലേക്ക് വാങ്ങണം, ഇവന്റെ വീട്ടിലേക്ക് വാങ്ങണം. നിനക്കോ? എനിക്ക് കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. എണ്ണ അടിക്കുവാണ്. അതിന്റെ തൊട്ടപ്പുറത്താണ് കണ്ണൂർ കോക്ടെയിൽ. സ്പെഷ്യൽ സാധനമാണ്. അല്ലല്ല, അത് ഗ്ലാസ് ആണ്. കിട്ടിലും സാധനമാണ് കോക്ടെയിൽ. ഇതാണ് കണ്ണൂർ കോക്ടെയിൽ, കിട്ടിലും സാധനം. ഇന്നുണ്ടല്ലോ, ഇന്ന് കൊച്ചാപ്പിന്റെ അപ്പന്റെ അമ്മേന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് നമ്മൾ തന്നെ സർപ്രൈസ് ആയിട്ട് കേക്ക് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഫ്രണ്ട് വെച്ച് എനിക്ക് പേടിയാണ്. ചാലോടുന്ന് വാങ്ങിയ കേക്കാണ്. ഇവൻ തന്നെ നക്കി തിന്നും തോന്നുന്നു. ഓട്ടയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം തന്നെ കേക്കിന്. ഓട്ടയുടെ ചാരമാണ് അവിടെ. ഞാനല്ല, കൊച്ചേട്ടൻ ഉപ്പാമച്ച് ഒന്നിച്ചോണ്ടോ ഇങ്ങനെ ഒരു ഐറ്റത്തെ ലോകത്തിന് കിട്ടി. അതൊരു വെറൈറ്റി കോംബോ ആയിരുന്നു. പക്ഷെ ഞാൻ ലക്ഷ്യത്തിൽ ഇങ്ങനെ ചിരിക്ക് ചിരി, കളിയിൽ എല്ലാ കളിയിലും മുടിഞ്ഞ ആക്ഷൻ, ഫ്ലെക്സിബിലിറ്റി. എങ്ങനെയാണ് ലക്ഷ്യത്തിൽ കോടികളെ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ,
ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇവനെ പൊക്കി പറയുന്നല്ല. ഇവനെ പോലൊരുത്തൻ ഈ ഏരിയയില് കണ്ണൂർ ജില്ലയില്ല. ഇന്ന് ഇതാണ് ആ ഒരുത്തൻ. സാധാരണ ഞാൻ പറയാ എപ്പോഴും അരമണിക്കൂർ 3/4 മണിക്കൂർ ലേറ്റ് ആവുന്ന ട്രെയിൻ കൊച്ചാപ്പി ഉണ്ടെന്ന് പറഞ്ഞപ്പോണ്ട് ട്രെയിൻ കൃത്യസമയത്ത് കണ്ണൂര്. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. കുട്ടേജ് നീ കണ്ടില്ലായിരുന്നു മറ്റേ ട്രെയിൻ വന്നപ്പോ എല്ലാരും ആ പോലീസുകാരടക്കം ബാഗ് താഴെ വെച്ച് നിലത്ത് ഉപ്പിട്ട് കുമ്പിട്ട് നിൽക്കുവാന്നേ കൊച്ചാപ്പിന് മുമ്പില്. കണ്ണിറച്ചു കാണുക മോനെ പച്ചയായ കൊച്ചമാണ്. നമ്മള് ഇപ്പൊ നമ്മൾ എത്ര വർഷമായി നമ്മള് എനിക്കൊന്ന് കൊട്ടത്തേങ്ങ രൂപീകരിച്ചു. കൊട്ടത്തേങ്ങ സൈക്കേസ് രൂപീകരിച്ചിട്ട് കേക്ക് മുറിക്കണം. നമുക്ക് നൈറ്റ് നോക്കാവേ. കൊച്ചാപ്പിന്റെ നൈറ്റ് മതി. പൈസ ഒന്നും ഈ നമ്മുടെ ഏരിയയില് ഇത്രയും അടിപൊളിയായിട്ടൊരു പരിപാടി നടക്കാൻ പോകുന്നത് കൊച്ചാപ്പിന്റെ കല്യാണം. നാടറിയും നാട്ടറിഞ്ഞത് ഇങ്ങനെ നമുക്ക് പൊളിക്കാം. ആര് പറഞ്ഞു നോടി. അന്ന് 2 മാസം ലിക്കർ എവിടെ കൊടുക്കല്ലേ. അന്ന് 2 മാസം ലിക്കർ കൊച്ചാപ്പിക്കോളാം. അന്ന് നമ്മള് ഇറക്കും. നമ്മള് അന്ന് ഫുള്ള് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുള്ള ഫുള്ള് ഫ്രൂട്ട്സ്. ഒരു സാധനം കെമിക്കലില്ല. കൊട്ടാച്ചാ കൊച്ചാപ്പിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യണ നീ ഒറ്റ എഴുതണം കേട്ടോ. പെണ്ണിനെ സ്റ്റേജിൽ കയറ്റുക, കൊച്ചാപ്പിനെ ഒരുക്കി സ്റ്റേജിൽ കയറ്റുക. അതൊക്കെ ചടങ്ങൊക്കെ വേണം കേട്ടോ. കൊച്ചാപ്പിനെ അവർ പൊക്കിക്കൊണ്ട് കൂട്ടുകാരികളൊക്കെ ഉണ്ടെങ്കിൽ ഷാരോണോ ഓക്കെ. അങ്ങനെ നിർത്താനാടാ. കൊച്ചാപ്പിനെ സ്റ്റേജിൽ എടുത്തോണ്ട് വരുന്ന ചടങ്ങൊക്കെ ഉണ്ടേ. മറ്റേ പാളെ കെട്ടി വലിക്കുക. അങ്ങനെ ഉണ്ടോ അത് ഇങ്ങനെയൊക്കെ പാളെ കെട്ടി വലിക്കുക. എങ്ങനെയുണ്ടോ? നല്ലൊരു അഭിപ്രായം. കൊച്ചാപ്പി ടയർ ഇട്ടിക്കൊണ്ടു. അത് നല്ലൊരു അഭിപ്രായമാണ്. കൊച്ചാറിന്റെ വെഡിങ് കണ്ടില്ലേ? ഇതിന് തരംതിരിക്കണം. ഡിക്കി നിറച്ച് സാധനങ്ങൾ. ആരാണത്? ഞണ്ടല്ല, ആരും അല്ല. കൊച്ചാപ്പിയുടെ സാധനങ്ങൾ എടുക്കുന്നു. ചാർജ് 22%. വില കൊണ്ടോണ ഇത് മൊത്തം എന്റെയാണ്. ഇന്ന് കൊച്ചാപ്പിന്റെ അപ്പത്തിന്റെ അമ്മേന്റെ എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറിടാ? എത്രാമത്തെ ഉപ്പാമച്ചി വെഡിങ് ആനിവേഴ്സറി? 31. അപ്പൊ കൊച്ചാപ്പിന് 41 വയസ്സ്. എത്ര വയസ്സാടാ? എനിക്ക് 29. കേക്ക് മുറിക്കാൻ പോവാ. കൊച്ചാപ്പിയുടെ അമ്മച്ചിയുടെ അപ്പൻ്റെ 31ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഇപ്പൊ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. ഇപ്പൊ അവന്റെ വീടാണ് കേട്ടോ. കമ്മിങ് ബ്രോ. അമ്മച്ചി ഇന്ന് വെഡിങ് ആനിവേഴ്സറിയാ. കേക്ക് മുറിക്കാം നമുക്ക്. വെഡിങ് ആനിവേഴ്സറി. തിരിച്ചു വെച്ചു കൊടുക്ക്. ശരിയുണ്ടോ? നീ എന്നെ കഴിച്ചോ? കൊള്ളാം. എന്തായാലും കേക്കുണ്ട്. കേക്കുന്നുണ്ടല്ലോ. കേക്ക് അടിപൊളി. ഇതെവിടെ നടാ? ആരോടെ എവിടെയാ? 350. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല ചാനല്. അല്ലല്ലോ, നമ്മളെ കണ്ട സബ്സ്ക്രൈബ് ചെയ്യും.